ആസിഫ് അലി അനുകരിച്ചങ്ങ് തുടങ്ങിയാലോ ഇന്റർവ്യൂ? രസമായിരിക്കില്ലേ? ആറ്റിങ്ങനാണോ വീട്? അതെ, ഭാസ്കരേട്ടൻ മോളപ്പൊലി തന്നെയുണ്ട്. ഐ ടോൾഡ് യു വി വെർ ഇൻ ബാംഗ്ലൂർ, സോ ക്ലോസ്. കാപ്പി അല്ല കോഫി? നോ താങ്ക്സ്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ പിന്നെ വേറെ ആരെയും ഓർക്കേണ്ടതില്ല. ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ അല്ലാതെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അഖിലയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഡോക്ടർ അഖിലയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിലേക്ക് വരാൻ എന്താ കാരണം എന്ന് പറയുന്നത്? മിമിക്രി ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ മിമിക്രി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലൊക്കെ ഞാൻ ഈ ഹൗസ് ലീഡർ ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയിന്റ് ഉണ്ടല്ലോ, ഓരോരോ ഐറ്റമിന് നമുക്ക് പോയിന്റ്സ് കിട്ടുമ്പോൾ ഹൗസിന് അത് നല്ലതല്ലേ. അപ്പൊ അതിനുവേണ്ടി ആരും ചേരാത്ത ഐറ്റം ഒക്കെ നോക്കി ഞാൻ അങ്ങനെ ചേരുമായിരുന്നു. അപ്പൊ അങ്ങനെ മിമിക്രി എന്ന് പറയുന്ന ആരും അങ്ങനെ സെലക്ട് ചെയ്യാത്ത ഒരു നൈറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ മിമിക്രിയിൽ ചുമ്മാ ജസ്റ്റ് ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ ഇങ്ങനെ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതില് ഈ സിംഗേഴ്സിനെയൊക്കെ അപ്പം ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. ജാനകി അമ്മയുടെ ഒക്കെ വോയിസ് ചെയ്യായിരുന്നു വെറുതെ. അപ്പൊ അതിങ്ങനെ സ്റ്റേജിൽ പോയിട്ട് ആദ്യമായിട്ട് ചെയ്തപ്പോ എല്ലാരും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതിനെ പതിയെ പതിയെ മോൾഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. എങ്കിലും ഒരു പരുവത്തിലെത്തിയ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റിയ ആ കാലഘട്ടത്തിൽ ഓർക്കുന്ന എന്തെങ്കിലും കുഞ്ഞു സാധനം പറയാവോ? രണ്ടുപേരുടെ വോയിസിൽ പാടുമായിരുന്നു. ഇപ്പൊ KP ഉദയഭാനു സാറും P ലീലാമ്മയുടെ വോയിസിൽ അത് പാടുമായിരുന്നു. അതൊന്ന് ചുമ്മാ ചെയ്യോ? എന്താ അറിയോ, ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അഖില എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. വൈക്കം വിജയലക്ഷ്മി ഭയങ്കര രസമായിട്ട് അനുകരിക്കാറുണ്ട്. അതൊന്ന് ചെയ്യും. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പാട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ. മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ. ഭയങ്കര രസമായിട്ടുണ്ട്. അല്ല, ഈ ബേസ് വോയിസ് എങ്ങനെ കിട്ടുമെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ. അത് മുകളിലേക്ക് പിടിക്കാൻ കഴിയും. അതെങ്ങനെയാ, നാട്ടിലാരെങ്കിലും അനുകരിച്ച് ശീലിച്ചതാണോ? അതെ, അങ്ങനെയല്ല. ഞാൻ പൊതുവെ സംസാരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ഫീമെയിൽ വോയിസ് അല്ലാന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ബേസ് ഉള്ള ശബ്ദമാണെന്ന്. അത് ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാം. അത് ടീനേജ് പ്രായത്തിലാണോ തിരിച്ചറിയുന്നത്? എപ്പോഴായിരുന്നു അല്ല, ചെയ്യുമ്പോ എല്ലാം ഇപ്പൊ ഹൈപ്പിച്ചൊക്കെ സാധാരണ ഞാൻ ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കും ഒക്കെ പാടാൻ നിന്നിട്ടുണ്ട്. അപ്പൊ തിരുവാതിരയൊക്കെ പാടുമ്പോ ഞാനൊരു നോർമൽ ഫീമെയിൽ ഒരു നമ്മള് ഫോൾസ് വോയിസിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടിയാ എനിക്ക് ഹൈപ്പിച്ച് എത്തുമ്പോ വെള്ളി വീഴും. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബേസിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് പാടി പാടി അങ്ങനെ ചെയ്ത ആ ഒരു വോയിസിൽ നിന്നാണ് ഈ P ലീലാമ്മയുടെയും